നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പ് പെൻഷൻ ലഭിച്ച ആളുകൾക്ക് 1 മാസത്തെ പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നവർക്ക് പെൻഷനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അക്ഷയയിൽ പോയി ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും പുതിയതാണെന്ന് ഉറപ്പുവരുത്തുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾക്കത് സഹായകമാവും. ഏപ്രിൽ മാസത്തിൽ 1600 രൂപ പെൻഷൻ ഇപ്പോൾ 95% ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ അർഹതയുള്ള എല്ലാ ആളുകളിലേക്കും പെൻഷൻ എത്തിയെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 2 ദിവസം മുമ്പ് അവരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൈകളിൽ പണം എത്തുന്ന ആളുകളുടെയും അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അവരുടെ കൈകളിൽ പണം എത്തിയിട്ടുണ്ട്. ഇനി ഈസ്റ്ററിന് മുമ്പായി തന്നെ 1 മാസത്തെ ഗഡു കൂടി പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായ 1600 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. ഈസ്റ്ററിന് മുമ്പ് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. അതിനു മുമ്പായി ആരെല്ലാം ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തണമെന്ന് നോക്കാം. പല ആളുകൾക്കും 1600 രൂപയ്ക്ക് പകരം 1300, 1400 രൂപ എന്നിങ്ങനെ പല രൂപത്തിലാണ് പണം എത്താറ്. അവർക്ക് കേന്ദ്ര സർക്കാർ എന്നുള്ള വിഹിതം 20% അല്ലെങ്കിൽ 10% ലഭിക്കുന്നത്. അത് അവരുടെ അക്കൗണ്ടിൽ കയറാത്തത് കൊണ്ടാണ് അവർക്ക് 1300, 1400 എന്നിങ്ങനെ പലതും പല രൂപത്തിലും എത്തുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് പണം എത്താത്തതിൻ്റെ കാരണമായി സർക്കാർ പറയുന്നത് അവരുടെ ആധാർ കാർഡിൽ വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായി ബാങ്കിൽ ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ തന്നെ നമ്മുടെ പെൻഷൻ ഐഡിയും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും അതിൽ കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരുന്നതും ബാങ്ക് അക്കൗണ്ടിലെ പേര് തന്നെയാണ് ആധാറിലെന്നും ഉറപ്പുവരുത്തുക. 3 പേരായി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ എത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് 1300, 1400 പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വാർഡ് മെമ്പറെയോ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. പലർക്കും ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ 1600 അയച്ചു കിട്ടിയിട്ടുണ്ട്. ഇതൊരു വാർഡ് മെമ്പറെ ഒരു വോയിസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന് ഔദ്യോഗികമായി വന്നൊരു അറിയിപ്പല്ല. നമ്മുടെ വാർഡ് മെമ്പറിൽ നിന്ന് ലഭിച്ചൊരു വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങൾ പറയുന്നത്. 1300, 1400 പെൻഷൻ ലഭിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ പേരിൽ വന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ അവരുടെ ആധാറിൽ വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇക്കാര്യങ്ങൾ അവർക്ക് ലഭിക്കാത്തതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാസം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചാനൽ നമ്മളൊരു പോളിംഗ് നടത്തിയിരുന്നു, ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 50% ആളുകളും പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പലരും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷനിൽ നിന്ന് പുറത്തായത്. പെൻഷൻ മസ്റ്റിംഗ് കറക്റ്റായി ചെയ്യാത്ത ആളുകൾ, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നൽകാത്ത കാരണങ്ങൾ കൊണ്ട്, വൈകല്യമുള്ള ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട്, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട്, അങ്ങനെ പലരും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷനിൽ നിന്നും പുറത്തായത്. നമ്മുടെ ചാനൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള ഏത് അറിയിപ്പ് വന്നാലും നമ്മൾ ഉടൻ തന്നെ ആ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മസ്റ്ററിങ്ങിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.